ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഫിഷ് ഫ്രൈ ആയാലോ. സാൽമൺ ഫിഷാണ്. ഇതിലേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫിഷിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്, അതും അധികം എരിവില്ലാത്തതാണ്. അതും കൂടെ ആഡ് ചെയ്ത് ഞാൻ നന്നായിട്ട് ഈ ഫിഷിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഈ ഫിഷ് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ഇത്രയും മസാലകൾ സാധാരണ ആഡ് ചെയ്യാറില്ല. ഇതിൻ്റെ റിയൽ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പെപ്പറും സോൾട്ടും മാത്രം വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് സൗത്ത് ഇന്ത്യൻസിന് അത്ര ഇഷ്ടമില്ലല്ലോ, നല്ല എരിവുള്ളതാണല്ലോ ഇഷ്ടം. അതുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡിന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം ഞാനങ്ങനെ എരിവൊക്കെ ആയിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ റിയൽ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സോൾട്ടും പെപ്പറും ഇട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ മസാലയൊക്കെ പുരട്ടിയാണ് ചെയ്യുന്നത്. ഇത് 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി പാൻ അടുപ്പ് വെച്ച് പാൻ ചൂടാകുമ്പോൾ ഞാൻ കുറച്ച് ബട്ടറാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ബട്ടറോ ഒലിവ് ഓയിലോ ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ബട്ടറോ ഒലിവ് ഓയിലോ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ സാധാ ഓയിൽ ഉപയോഗിക്കുക. അപ്പോൾ എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പോൾ ഒരു 2-3 വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി, ആ മണമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. അത് മൊരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ അതിനകത്തോട്ട് 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തിടണം. അതും ഒരു എരിവിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് കറിവേപ്പില ഒന്നും വേണ്ട, കാരണം അതൊരു സൗത്ത് രീതിയായി പോകും. കറിവേപ്പില വേണ്ടെന്ന് ഞാൻ വെച്ചു. അപ്പം ഇടേണ്ടവർക്ക് ഇടാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ ഫിഷ് ഇതിലേക്കിട്ട് തിരിച്ച് മറിച്ച് 2 സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി ഈ ഫിഷ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇതിനകത്ത് വൈറ്റമിൻ ബി ഒരുപാടുണ്ട്, പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒരുപാടുണ്ട്. ഈ ഫിഷ് പ്രായമുള്ളവർക്കൊക്കെ എല്ലാവരും കഴിക്കേണ്ട ഒരു ഫിഷാണ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ. ഇവിടെ ഇതിന് ഒരു 45 റിയാലൊക്കെ വരും. മീൻസ് എന്ന് വെച്ചാൽ പെർ kg എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു 1000 രൂപ വരും. കുറച്ച് എക്സ്പെൻസീവ് ആണെന്നേ ഉള്ളൂ. പക്ഷേ പറ്റുമ്പോഴൊക്കെ വാങ്ങി കഴിക്കാൻ ശ്രമിക്കുക. നല്ല ഫിഷാണ്. ഞാനിത് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് മുരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.